1986 നവംബർ 22 ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്വാൾ പ്രവിശ്യയിലാണ് ഓസ്കാർ പിസ്റ്റോറിയസിൻ്റെ ജനനം. 2 കാലുകളിലും ഫിബുല അസ്ഥിയില്ലാതെ പിറന്നുവീണ ഓസ്കാറിന് 11 മാസത്തിൽ തന്നെ തൻ്റെ 2 കാലുകളും മുറിച്ചു മാറ്റേണ്ടി വന്നു. എന്നാൽ അവിടെ നിന്നാണ് ഭിന്നശേഷിക്കാരനായ പിഞ്ചുകുഞ്ഞിൽ നിന്ന് അന്താരാഷ്ട്ര കായിക പ്രതിഭാസത്തിലേക്കുള്ള അവിശ്വസനീയവും വൈകാരികവുമായ യാത്രയുടെ ആരംഭം കുറിക്കപ്പെടുന്നത്. ഷീല ഹെൻകെ ദമ്പതികളുടെ 3 മക്കളിൽ രണ്ടാമനായ ഓസ്കാർ ആദ്യം മുതലേ തോൽക്കാൻ മനസ്സില്ലാത്ത പോരാളിയായ കുട്ടിയായിരുന്നു. സിങ്ക് ഖനന വ്യാപാരത്തിൻ്റെ ഉടമകളായ മാതാപിതാക്കൾ കൂടി പൂർണ്ണ പിന്തുണയുമായി മകനൊപ്പം ചേർന്നപ്പോൾ ചരിത്രം തന്നെ വഴിമാറി. 17 മാസം പ്രായമായപ്പോൾ തന്നെ പിസ്റ്റോറിയസ് പ്രോസ്റ്ററിക് കാലുകളിൽ തൻ്റെ കുറവുകളെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു തുടങ്ങി. ശരിയായ മനോഭാവത്തോടെ എന്തും സാധ്യമാണെന്ന് തെളിയിക്കാൻ അസാധാരണമായ ബുദ്ധിമുട്ടുകളെ മറികടക്കാൻ ഓസ്കാർ ജീവിതത്തിലുടനീളം പോരാടുന്നത് പിന്നീട് ലോകം കൗതുകത്തോടെ കണ്ടു. സെക്കൻഡറി സ്കൂളിൽ വാട്ടർ പോളോയും റഗ്ബിയും കളിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഓസ്കാറിന് 2003 കാൽമുട്ടിന് പരിക്കേറ്റു. തിരിച്ചടികൾ സാധ്യതകളാക്കുന്നവന് അത് പുതിയ ചിറകുകൾ നൽകി. ഓസ്കാർ ട്രാക്കിൽ കഠിനമായ പരിശീലനം ആരംഭിച്ചു. ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടിയിൽ നിന്ന് ലോകത്തെ മഹാനായ സ്പ്രിൻ്ററിലേക്കുള്ള വളർച്ചയുടെ തുടക്കം അവിടെ നിന്നാണ്. ഒരിക്കൽ ഓസ്കറിൻ്റെ അമ്മ മകനായി ഒരു കത്തെഴുതി. ഒരു പരാജിതൻ ഓട്ടത്തിൽ അവസാനമായി ഓടുന്നയാളല്ല, ഇരിക്കുന്നവനും കാണുന്നവനും ഓടാൻ ശ്രമിക്കുന്നു പോലുമില്ല. ഈ വരികൾ ഓസ്കാറിനെ തെല്ലൊന്നുമല്ല പ്രചോദിപ്പിച്ചിട്ടുള്ളത്. ഓസ്കാർ എന്നും ഏറ്റവും പുതിയത് പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഓരോ തോൽവികളും വിജയത്തിൻ്റെ പടികളായി കാണാൻ കഴിഞ്ഞതോടെ തൻ്റെ സ്വപ്നങ്ങളിലേക്ക് ഓസ്കാർ പിസ്റ്റോറിയസ് എന്ന ഭിന്നശേഷിക്കാരനായ കുട്ടി അനായാസം ഓടിയെടുത്തു. ൻ്റെ തുടക്കത്തിൽ ആംപി ലൂ എന്ന പരിശീലകനെയും ഫ്രാങ്കോയിസ് വാൻ ഡെൻ ഹട്ട് എന്ന പ്രോസ്റ്ററിസ്റ്റിനെയും കണ്ടുമുട്ടുന്നതോടെയാണ് പിസ്റ്റോറിയസ് റണ്ണർ എന്ന നിലയിൽ തൻ്റെ കരിയർ ആരംഭിക്കുന്നത്. ഫ്രാങ്കോയിസ് വാൻ ഡെൻ ഹട്ട് ഏറ്റവും അനുയോജ്യമായ റണ്ണിംഗ് ബ്ലേഡുകൾ നൽകി ഓസ്കറിനെ പിന്തുണച്ചു. ഒപ്പം പരിശീലകൻ ആംപി ലൂവിൻ്റെ മികവ് കൂടി ചേർന്നപ്പോൾ പിസ്റ്റോറിയസ് ആ വർഷം തന്നെ സമ്മർ പാരാലിമ്പിക്സിൽ പങ്കെടുത്ത് 100 മീറ്ററിൽ 3ാം സ്ഥാനം നേടി ശ്രദ്ധേയനായി. (2005) പിസ്റ്റോറിയസ് എന്ന ഒരു കായിക താരത്തെ സംബന്ധിച്ച് നിർണായകമായിരുന്നു. പാരാലിമ്പിക് ലോകകപ്പിലും ദക്ഷിണാഫ്രിക്കൻ ചാമ്പ്യൻഷിപ്പിലും പങ്കെടുത്ത അദ്ദേഹം ദക്ഷിണാഫ്രിക്കൻ ചാമ്പ്യൻഷിപ്പിൽ 400 മീറ്റർ ദൂരം വെറും 47.37 സെക്കൻഡിൽ മറികടന്ന് കഴിവ് തെളിയിച്ചു. ഓസ്കാർ നെറ്റ് ബാങ്ക് ചാമ്പ്യൻഷിപ്പ്, ദക്ഷിണാഫ്രിക്കൻ സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളിൽ പങ്കെടുത്ത് 100, 200, 400 മീറ്ററുകളിൽ വിജയിക്കുകയും 10.91 സെക്കൻഡ് പോലുള്ള മികച്ച സമയത്തിൽ ഫിനിഷ് ചെയ്യുകയും ചെയ്തു. എന്നാൽ വൈകാതെ ഓട്ടത്തിനായി പ്രോസ്റ്ററിക് കാലുകൾ ഉപയോഗിക്കുന്നതിൻ്റെ പേരിൽ IAAF-നാൽ വിമർശിക്കപ്പെട്ടു.
പ്രത്യേകമായി നിർമ്മിച്ച ജെ ആകൃതിയിലുള്ള കൃത്രിമക്കാലുകൾ മറ്റ് കായിക താരങ്ങളെ അപേക്ഷിച്ച് ഓട്ടത്തിൽ പിസ്റ്റോറിയസിന് മുൻതൂക്കം നൽകുന്നു എന്നതായിരുന്നു ആരോപണം. ഭാവിയിൽ ഓസ്കാറിനെ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുന്നത് മറ്റ് അത്ലറ്റുകളോട് കാണിക്കുന്ന അന്യായമാണെന്നുകൂടി അവർ വിലയിരുത്തി. പക്ഷേ 2008 കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്സിൽ അപ്പീൽ നൽകിയ ബ്ലേഡ് റണ്ണർ അനുകൂലമായ വിധി സമ്പാദിച്ചു. വിജയങ്ങളിലേക്ക് ഓസ്കാർ ഓടിക്കൊണ്ടേയിരുന്നു, വിമർശനങ്ങളുടെ മുനയൊടിച്ചുകൊണ്ട് തന്നെ. കുറവുകളോട് നിരന്തരം പൊരുതിയ മനുഷ്യന് ലോകവും രാജ്യവും പലപ്പോഴും ആദരവുമായി എത്തി. 2007 BBC സ്പോർട്സ് പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ ഹെലൻ റോളർസൺ അവാർഡ് നൽകിയത് പിസ്റ്റോറിയസിനുള്ള ശരിയായ അംഗീകാരമായി. ടൈം മാസികയുടെ ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള 100 വ്യക്തികളിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ട ഓസ്കാർ ലോകം കണ്ട എക്കാലത്തെയും മികച്ച പാരാലിമ്പിക് താരമായാണ് അറിയപ്പെടുന്നത്. ലണ്ടൻ ഒളിമ്പിക്സിലാണ് തൻ്റെ ജീവിതത്തിലെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് ഓസ്കാർ ഓടിയെത്തിയത്. ട്രാക്ക് ഇനങ്ങളിലെ ഗ്ലാമർ ഐറ്റമായ 400 മീറ്റർ ഓട്ടത്തിന് കായിക ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഓസ്കാർ പിസ്റ്റോറിയസ് യോഗ്യത നേടി. ലോകവേദിയിലെ സെമി പോരാട്ടത്തിൽ പുറത്തായെങ്കിലും ഒളിമ്പിക് ട്രാക്ക് ഇനങ്ങളിൽ പങ്കെടുക്കുന്ന ആദ്യ ആംപ്യൂട്ടി അത്ലറ്റായി അദ്ദേഹം ചരിത്രത്തിൽ ഇടം നേടി. ലണ്ടനിലെ ഒളിമ്പിക് ട്രാക്കിൽ ചെറുമകൻ അനശ്വരനാകുന്നത് കാണാനായി 89 വയസ്സുള്ള പിസ്റ്റോറിയസിൻ്റെ അമ്മൂമ്മ ഗ്യാലറിയിൽ അക്ഷമയായി കാത്തിരിപ്പുണ്ടായിരുന്നു. തൻ്റെ ആദ്യ ഒളിമ്പിക് മത്സരത്തിന് തൊട്ടുപിന്നാലെ പിസ്റ്റോറിയസ് പറഞ്ഞു, അത് അവിശ്വസനീയമായ അനുഭവമാണ്. ഓട്ടത്തിൻ്റെ ആദ്യ ലാപ്പുകളിൽ പുഞ്ചിരി തൂകുന്ന എന്നെ ഞാൻ കണ്ടെത്തി. സത്യത്തിൽ ഓസ്കാറിനൊപ്പം അന്ന് ചിരിച്ചത് അംഗവൈകല്യം കൊണ്ട് 100 വേദികളിൽ നിന്ന് മുറിവേറ്റ് പിന്മാറേണ്ടി വന്ന മനുഷ്യരുടെ നടക്കാതെ പോയ സ്വപ്നങ്ങളാണ്. അലിഞ്ഞില്ലാതായത് അവർക്ക് മുന്നിലെ അപകർഷതാബോധത്തിൻ്റെ ദുരിതക്കയങ്ങളാണ്. വാലന്റൈൻസ് ദിനം. ജീവനുള്ള കാലം ദക്ഷിണാഫ്രിക്കയുടെ ബ്ലേഡ് റണ്ണർക്ക് മറക്കാനാവില്ല. കാലുകൾ മുറിച്ചു മാറ്റപ്പെട്ടിട്ടും ജീവിതത്തോട് പടപൊരുതി നേടിയ എല്ലാം ഒരു നിമിഷാർദ്ധം കൊണ്ട് അയാൾക്ക് നഷ്ടപ്പെട്ടു. 27 വർഷം കാത്തു സൂക്ഷിച്ച സൽപ്പേര്, അതിജീവനത്തിന്റെ പ്രതീകമെന്ന വിശേഷണം, രാജ്യത്തെ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന മോഡൽ എന്ന ഖ്യാതി, അങ്ങനെ പലതും. ഒപ്പം ദുരന്തങ്ങളുടെ ആ വ്യാഴാഴ്ച ഓസ്കാർ തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം ഒന്നുകൂടെ നഷ്ടപ്പെടുത്തിയിരുന്നു തന്നെ ജീവന് തുല്യം സ്നേഹിച്ച, വിശ്വസിച്ച റീവ സ്റ്റീൻ ക്യാമ്പ് എന്ന പെൺസുഹൃത്തിനെ. പ്രിട്ടോറിയയിലെ പിസ്റ്റോറിയസിന്റെ വീട്ടിലെ കിടപ്പുമുറിയിൽ നിന്ന് മരിച്ച നിലയിൽ റീവയെ കണ്ടെത്തുമ്പോൾ 4 വെടിയുണ്ടകൾ അവളുടെ ദേഹത്തുണ്ടായിരുന്നു. ജീവനെടുത്ത വെടിയുണ്ടകളുടെ ഉറവിടം അന്വേഷിച്ച ഉദ്യോഗസ്ഥർ അത് പിസ്റ്റോറിയസിന്റെ തോക്കിൽ നിന്നാണെന്ന് വൈകാതെ കണ്ടെത്തി. രാത്രി വീട്ടിൽ കയറിയ അക്രമിയാണെന്ന് കരുതി വെടിയുതിർത്തുവെന്നായിരുന്നു ഓസ്കാറിന്റെ വാദം. കഥകൾ നിർമ്മിച്ച് നിരപരാധിത്വം സ്ഥാപിക്കാൻ പിസ്റ്റോറിയസ് ശ്രമിക്കുകയാണെന്ന് വാദിഭാഗം കോടതിയിൽ ശക്തിയുക്തം വാദിച്ചു. പലപ്പോഴും
അവരുടെ വാദമുഖങ്ങൾക്ക് മുൻപിൽ തനിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് ഓസ്കാർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പകൽ പോലെ വ്യക്തമായിരുന്നു. വീട്ടിലെ സുരക്ഷാ ബീക്കണുകൾ മുഴങ്ങാതെ തന്നെ മറ്റൊരാളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് വെടിയുതിർത്തതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ വീട്ടിൽ ജോലിക്കെത്തിയ കെട്ടിട കരാറുകാർ ചില സുരക്ഷാ ബീക്കണുകൾ നീക്കിയതാകാം എന്ന് തെറ്റിദ്ധരിച്ചു എന്ന പ്രതിയുടെ മറുപടി പലപ്പോഴും കോടതിയിൽ വാദിഭാഗത്തെ പ്രകോപിതരാക്കി. എന്നാൽ ഓസ്കാർ പിസ്റ്റോറിയസ് റീവയെ വെടിവെച്ചു കൊന്നത് ആസൂത്രിതമായിട്ടായിരുന്നില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഓസ്കാർ കൊല ചെയ്തു എന്ന കാര്യത്തിൽ പ്രതിഭാഗവും വാദിഭാഗവും യോജിച്ചിരുന്നു. എന്നാൽ കൊല മനഃപൂർവ്വമല്ലെന്ന വാദം കോടതി അംഗീകരിച്ചു. ഓസ്കാർ പെൺസുഹൃത്തിൻ്റെ ജീവനെടുത്ത രാത്രി പ്രിട്ടോറിയയിലെ വീട്ടിൽ നിന്ന് വാഗ്വാദം കേട്ടു എന്ന അയൽക്കാരുടെ മൊഴിയും കോടതി തള്ളി. ഒപ്പം മോഷ്ടാവാണെന്ന് കരുതി തെറ്റിദ്ധരിച്ച് വെടിവെച്ചു എന്ന പിസ്റ്റോറിയസിൻ്റെ കുറ്റസമ്മത മൊഴി കണക്കിലെടുത്ത് ദക്ഷിണാഫ്രിക്കയിൽ കൊലപാതകത്തിന് നൽകുന്ന കുറഞ്ഞ ശിക്ഷയായ 5 വർഷത്തെ തടവിന് വിചാരണ കോടതി ഓസ്കാറിനെ ശിക്ഷിച്ചു. എന്നാൽ ദക്ഷിണാഫ്രിക്കയിലാകെ പ്രതിഷേധമിരമ്പി. ഒട്ടേറെ വിദഗ്ധർ ജഡ്ജിയുടെ കണ്ടെത്തലുകൾക്കെതിരെ രംഗത്തു വന്നു. ആർക്കും ആരെയും വെടിവെച്ചു കൊല്ലാനും ശേഷം സ്വരക്ഷയെന്ന വാദമുയർത്താനും ഈ വിധി അവസരമൊരുക്കുമെന്ന് ആക്ഷേപമുയർന്നു. ഒടുവിൽ ആ വർഷം ഡിസംബർ 3 5 ജഡ്ജിമാരുടെ അപ്പീൽ കോടതി പിസ്റ്റോറിയസ് കൊലപാതകത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. മുൻ ശിക്ഷാവിധി റദ്ദാക്കി 2016 ജൂലൈയിൽ അദ്ദേഹത്തെ 6 വർഷം തടവിന് ശിക്ഷിച്ചു. പിന്നീട് 2017 സുപ്രീം കോടതി വിധി തിരുത്തി ശിക്ഷ 13 വർഷവും 5 മാസവുമാക്കി വർദ്ധിപ്പിച്ചു. ഇന്ന് ജയിലിൽ കഴിയുന്ന ഓസ്കാറിൻ്റെ കരിയർ ഏറെക്കുറെ അവസാനിച്ചു എന്ന് തന്നെ പറയാം. ബുദ്ധിരഹിതമായ ഒരു തീരുമാനം, ചിലപ്പോൾ ബോധപൂർവമല്ലാത്ത ഒരു തെറ്റ്, ലോകത്തെ മഹാനായ ഒരു കായിക താരത്തിൻ്റെ ജീവിതം ഇരുട്ടിലാക്കി കളഞ്ഞു. ദക്ഷിണാഫ്രിക്കയ്ക്കും ലോകത്തിനും നഷ്ടപ്പെട്ടതാകട്ടെ പ്രതിരോധ ബിംബമായി ഉയർത്തിക്കാണിച്ച യോഗ്യനായ ഒരു മനുഷ്യനെയും കായിക താരത്തെയുമാണ്. ജീവനെടുത്തു പാഞ്ഞ 4 വെടിയുണ്ടകൾ റീവയ്ക്കൊപ്പം കൊന്നുകളഞ്ഞത് ഓസ്കർ എന്ന തലമുറകളെ പ്രചോദിപ്പിക്കേണ്ടിയിരുന്ന മനുഷ്യനെ കൂടിയാണ്. പാതിവഴിയിൽ തീർത്തുകളഞ്ഞത് ഗംഭീരമായി അവസാനിക്കേണ്ട ഒരു കായിക ജീവിതമാണ്. ലോകത്തെ 100 കണക്കിന് മോട്ടിവേഷൻ വീഡിയോകളിലെ കേന്ദ്ര കഥാപാത്രമായിരുന്നു ഇന്നലെ വരെ അയാൾ. മാധ്യമങ്ങൾക്ക് ഹരമായിരുന്നു അവൻ്റെ അതിജീവന കഥകൾ. അതുകൊണ്ട് തന്നെയാണ് ഓസ്കാറിൻ്റെ വീഴ്ചയിലും അത് വലിയ വാർത്തയാകുന്നത്. അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും, അവരുടെ നായകനെ ശരിക്കും പിഴച്ചതാണോ അതോ എല്ലാം മനഃപൂർവമായിരുന്നു? അവർ വിശ്വസിച്ചതും സ്നേഹിച്ചതും മറ്റൊരു ഓസ്കാറിനെ തന്നെയായിരുന്നു. സാഹചര്യങ്ങളും വാദപ്രതിവാദങ്ങളും നമ്മെ എങ്ങോട്ട് നയിച്ചാലും ആരൊക്കെ അച്ചുനിരത്തിയാലും സത്യം ഒരു നാൾ പുറത്തുവരും. അത് പുകപടലങ്ങളെ മാറ്റി കുറ്റവാളിയെ വെളിച്ചത്ത് നിർത്തും, വിചാരണ ചെയ്യും. അതുവരെ ഓസ്കാർ നീ സംശയത്തിൻ്റെ നിഴലിലാണ്. നിമിഷാർദ്ധം കൊണ്ട് രാജ്യം നഷ്ടപ്പെട്ട രാജകുമാരനാണ്. ഒരു കായിക താരത്തിൻ്റെ കരിയറിലെ ഉച്ചസ്ഥായിയിലുള്ള ജീവിതം പലപ്പോഴും ഹ്രസ്വമാണ്. 25ലോ 30ലോ ലോകത്തെ ആനന്ദിപ്പിച്ച് അത് പതിയെ മങ്ങിത്തുടങ്ങും. പിന്നെ പരിക്കിലും ലഹരികളിലും ഓർമ്മകളിലും അമർന്നായിരിക്കും അവരുടെ ജീവിതം.
കാരണം പലർക്കും കളിക്കളത്തിലെ മിടുക്കിനപ്പുറം വിദ്യാഭ്യാസമോ ലോകപരിചയമോ ജീവിത ദർശനമോ ഇല്ല. പലപ്പോഴും വലിയ സമ്പത്തല്ലാതെ ഒന്നും അവരിൽ ബാക്കിയുണ്ടാവില്ല. കളി നിർത്തിയവർ വിവാദങ്ങളിലൂടെയാണ് പിന്നെ നമ്മുടെ മുന്നിലെത്തുക. മദ്യപിച്ച് വാഹനമോടിച്ചവരും വിവാഹമോചനം നേടിയവരും ആദായ നികുതിയുടെ നൂലാമാലകളിൽ തപ്പിത്തടയുന്നവരുമെല്ലാം അക്കൂട്ടത്തിൽ ഉണ്ടാകും. കളിയിൽ നിന്ന് വിരമിച്ച് വ്യക്തിജീവിതത്തിലും രാഷ്ട്രീയത്തിലുമെല്ലാം വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവർ നല്ല വാർത്തയാകുന്നത് മറക്കുന്നില്ല. പക്ഷേ തങ്ങളിലേക്ക് വന്നു ചേരുന്ന പ്രശസ്തിയും ആരാധനയും വേണ്ടവിധം ഉപയോഗിക്കാൻ കഴിയാത്ത സാധാരണ മനുഷ്യരാണ് കായിക താരങ്ങളിൽ പലരും. ഓസ്കാറിനും വഴിതെറ്റിയത് ഇവിടെയാണ്. 11 മാസം പ്രായമുള്ളപ്പോൾ കാലുകൾ മുറിച്ചു മാറ്റപ്പെട്ടിട്ടും കാർബൺ ഫൈബർ കാലുകളുമായി ഓടി അത്ഭുതമായി മാറിയ മനുഷ്യനായിരുന്നു അയാൾ. പാരാ ഒളിമ്പിക്സിൽ ഒട്ടേറെ മെഡലുകൾ നേടിയ മഹാനായ കായിക താരം. 100, 200, 400 മീറ്ററുകളിൽ ലോക റെക്കോർഡുകാരനായ വേഗക്കാരൻ. പിസ്റ്റോറിയസിൻ്റെ ഓരോ വിജയക്കുതിപ്പും ലോകത്തെ ഭിന്നശേഷിക്കാരായ ഓരോ മനുഷ്യനും പ്രത്യാശയുടെ സംഗീതമായിരുന്നു. എന്നിട്ടും ഓസ്കാർ കൊലയാളിയായി. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ലെന്ന് പിസ്റ്റോറിയസ് ആവർത്തിക്കുമ്പോഴും ബ്ലേഡ് റണ്ണറെ പ്രതിരോധത്തിൻ്റെ മുഖമായി കണ്ട് അന്ധമായി ആരാധിച്ചവർ പോലും അത് വിശ്വസിച്ചില്ല. ഒരു വാദത്തിനു വേണ്ടി അക്രമിയെന്ന് കരുതിയാണ് വെടിവെച്ചത് എന്ന ഓസ്കാർ നിലപാട് അംഗീകരിച്ചാൽ പോലും ഒന്ന് വ്യക്തമാണ്: ആക്രമിക്കപ്പെടാതെ തന്നെ വെറും തോന്നലുകളുടെ പുറത്ത് അടച്ചിട്ട ശുചിമുറിയിലേക്ക് വെടിയുതിർത്തത് കൊല്ലാൻ വേണ്ടി തന്നെയായിരുന്നു. അപകട സൂചന നൽകാൻ മുകളിലേക്ക് വെടിവെക്കാൻ പോലും ഓസ്കാർ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെയാണ് സ്വരക്ഷയുടേതായ എന്തു ന്യായം പറഞ്ഞാലും കൊലപാതകം മാപ്പർഹിക്കാത്ത ഒന്നാണെന്ന് നിരീക്ഷിച്ചുകൊണ്ട് രാജ്യത്തെ പരമോന്നത നീതിപീഠം 13 വർഷത്തെ തടവിന് വിധിച്ച് ഓസ്കാറിനെ ജോഹന്നസ്ബർഗിലെ ജയിലിലേക്ക് അയച്ചത്. സാക്ഷികളില്ലാത്തതിനാൽ ഓസ്കാർ തനിക്കനുകൂലമായി മെനയുന്ന കഥകൾക്കപ്പുറം പ്രിട്ടോറിയയിലെ വീട്ടിൽ എന്ത് നടന്നുവെന്ന് പുറം ലോകത്തിന് ഇന്നും അവ്യക്തമാണ്. അപ്പോഴും വ്യക്തതയോടെ ഒന്നുണ്ട്: ഓസ്കാർ ദൈവദാനമായ ജീവൻ നിഷ്കരുണം അപഹരിച്ചു. തൻ്റെ ചെയ്തികളെ ന്യായീകരിക്കാൻ ശ്രമിച്ച് അങ്ങേയറ്റം ദുർബലനായിട്ടും സാഹചര്യങ്ങളുടെ ആനുകൂല്യം എന്നും മുതലാക്കാൻ ശ്രമിച്ചു. ഇനി അഥവാ ഓസ്കാർ പറയുന്നത് പോലെ എല്ലാം ഒരു നിമിഷത്തിൻ്റെ ചാപല്യത്തിൽ പറ്റിയ അബദ്ധമാണെങ്കിൽ കാലം തന്നെ സത്യം തെളിയിക്കട്ടെ. അതുവരെ അവസാന വിധിക്ക് മുതിരാതെ നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം.